എന്റെ ഓഫീസിൽ ഇപ്പൊ കുറെ ആളുകൾ വരും കേട്ടോ അവരുടെ കഥ പറയാനായിട്ട്. ഇന്ന് വന്നത് ഫഹദ് ഫാസിലാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫഹദ് ഫാസിൽ. ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട് ഫഹദ് ഫാസിലിന്റെ. ഷിഹാബ് എന്നല്ലേ പേര്? ഷിഹാബ് പീക്ക്. ഒരു ഭയങ്കര കഥയുണ്ട് കേട്ടോ, അത് പറയാനാണ്. 12ാമത്തെ വയസ്സിൽ വീട് വിട്ട് ചെന്നൈയിലോ ലോകം മുഴുവൻ കറങ്ങി നടന്നൊരു മനുഷ്യനാണ്. ആ കഥ മൊത്തം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോണ കാരണം. ഞങ്ങളെ വീട്ടിൽ ശരിക്കും പറഞ്ഞാല് ആരും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. പലരും പല വഴിക്ക് പോകുന്നു. ഞങ്ങൾ ചാരക്കുണ്ട്. ഞാന്, വാപ്പ, ഉമ്മ, ഇത്ത. താനെ ഓർഫനേജിലും, പിന്നെ വാപ്പ വേറെ വഴിക്കും, ഉമ്മ വേറെ. അവര് തമ്മിൽ അടിച്ചു പിരിഞ്ഞു. ഞാൻ പിന്നെ ഒറ്റയ്ക്കായി. പിന്നെ നാട്ടുകാരെ കൂടി ഇങ്ങനെ ഭക്ഷണമൊക്കെ തന്ന് അങ്ങനെ കുറെ നാള് ജീവിച്ചു. അപ്പൊ മാനസികമായിട്ട് നമുക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. അങ്ങനെയാണ് ഞാന് നടക്കാണ് രാത്രി 2 മണിയായപ്പോഴും ഞാൻ ഇറങ്ങി നടക്കണം. മതിലം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ലോറി കിടക്കണ്ടായിരുന്നു. അതിന്റെ ബാക്കിൽ കയറി കിടന്നു. ലോറിയിലേക്ക് ചാടി കേറിയിട്ട് കിടന്നു. എറണാകുളത്ത് വെളുപ്പിനെത്തി. അവര് കണ്ടു. ഞാൻ പറഞ്ഞു അവരെ കൂടെ കുറെ ദൂരം പോയി. പിന്നെ ട്രെയിൻ അങ്ങനെ കേറി രാമുജിയിലെത്തി. ഹൈദരാബാദിലെത്തി. റാമോജി ഫിലിം സിറ്റി എന്ന് അറിഞ്ഞിട്ടൊന്നും പോയതല്ല, എത്തിപ്പെട്ടതാണ്. പാത്രം കഴുകാനാണ് അവിടെ കിട്ടിയത്. ഈ ഫിലിം സെറ്റിന്റെ പാത്രം കഴുകാൻ ജോലി കിട്ടി. താമസം എന്ന് പറഞ്ഞ റൂമും കാര്യങ്ങളൊന്നും അല്ല, ഞാൻ ഇട്ട ഡ്രസ്സ് വേറൊന്നുമില്ല. അതിനുശേഷം അവിടെ കൽക്കത്ത ന്യൂസിന്റെ ആ ലാസ്റ്റ് നടക്കുന്ന സമയമാണ്. ബൈജു കൊട്ടാരക്കര എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നു. അവനെ കൂട്ടുപിടിച്ചിട്ട് അവരെ കൂടെ അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഷിയാബിന്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയാണ്. തിരുവനന്തപുരത്ത് എന്നിട്ട് എങ്ങനെ പ്രൊഡക്ഷൻ തന്നെ ഇവരുടെ കൂടെ വന്നിട്ട് സിനിമ. പിന്നെ സ്പ്രെഡ് അല്ലേ, സിനിമാക്കാര് പല വഴിക്കും പോകും. അപ്പൊ ആരെങ്കിലും ഒരാള് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. കിടപ്പും ഇതൊക്കെ റെയിൽവേ സ്റ്റേഷനിലും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ആ സമയത്ത്. ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വർക്കിന് പോയത്. പൈസ ഒന്നും കിട്ടണല്ല, പൈസ കിട്ടേയില്ല. അങ്ങനെ പിന്നെ പ്രൊഡക്ഷന് തന്നെയായിരുന്നു. ഒരു 3-4 വർഷത്തോളം പുറകിലെ പാത്രങ്ങൾ നമ്മൾ ആരും അറിയില്ല. മുമ്പിലൊക്കെ അധികം വരില്ല, കാരണം ഡ്രസ്സ് ഇല്ല. തിരുവനന്തപുരത്ത് കുറെ നാളുണ്ടായിരുന്നു. ഏകദേശം ഒരു 4-5-6 വർഷത്തോളം ഞാൻ. ഈ 6 വർഷം അപ്പൊ വീട്ടുകാരെ അന്വേഷിക്കുക അങ്ങനെയൊന്നും ഉണ്ടായില്ല. വാപ്പ പിണങ്ങിപ്പോയി. ആ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പോകുന്നത്. അപ്പൊ ഉമ്മ വന്നപ്പോ ഞാൻ വീട്ടിലില്ല, ഞാൻ വാപ്പാടെ കൂടെ പോയി. അപ്പൊ ഉമ്മ വാപ്പാനെ വിളിച്ച് ചോദിച്ചൊന്നും ഇല്ല, അവര് ബന്ധമില്ലല്ലോ ആ സമയത്ത്. പക്ഷെ 6 വർഷം ഇവര് ഇത്താടെ കല്യാണം വന്നപ്പോ ഉമ്മ പാപ്പ നിക്കാഹ് കഴിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ കയറിയപ്പോ ഇത്ത ചോദിച്ചതാണ് അവനെന്ത് ചെയ്യും. അപ്പോഴാണ് അവൻ എന്റെ കൂടെ ഇല്ലല്ലോ അതിൽ വന്ന്. പിന്നെയാണ് അന്വേഷണം തുടങ്ങുന്നത്. 6 വർഷം കഴിഞ്ഞിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത്, മകനെ കാണുന്നില്ല എന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ആണ് കിടക്കുന്നത്. അങ്ങനെ അറിഞ്ഞിട്ട് കരിമമ്പൂർ ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ ഉണ്ട്, പുള്ളിയാണ് എന്നെ മേക്കപ്പിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹമാണ് അങ്ങനെ ഒരു ദിവസം എന്നോട് സീമാജി ആയിട്ടൊരു വർക്ക് വർക്ക് നടക്കുന്ന സമയത്ത് അവരോട് പറയാണ്, ഒരു പയ്യനാണ്, ആരുമില്ല, അപ്പൊ അവനൊന്ന് കൂടെ കൂട്ടുമെന്ന് ചോദിച്ചു. സീമാജി ആണെങ്കിൽ അങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാരും സഹായിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് എന്നോട് തന്നെ അതിനെന്താ അന്ന് തന്നെ എന്നെ വീട്ടിൽ കൊണ്ടുപോവാണ്. അന്ന് നൈറ്റ്. വീട് എവിടെ? തിരുവനന്തപുരത്ത് വൈറ്റില. 16-17 വയസ്സിലാണ് സീമാജിയുടെ കൂടെ പോകുന്നത്. അപ്പൊ അതുവരെ റെയിൽവേ സ്റ്റേഷനിലും അങ്ങനെയൊക്കെയാണ്. കയ്യിൽ 5 പൈസ ഇല്ല. കയ്യില് പൈസ വർക്കിന് പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും, വർക്കില്ലെങ്കിൽ അലിഞ്ഞിറക്കാം. അപ്പൊ വേറെ ജോലി എന്തെങ്കിലും നോക്കിക്കൂടായിരുന്നു? ഈ മേക്കപ്പ് മാനും സിനിമയുടെ പിന്നാലെ നടക്കാൻ കാരണം എന്താ? എനിക്ക് എന്റെ മനസ്സിന് ഇണങ്ങിയിട്ടുള്ള, എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളൂ. സിനിമയോട് ഇഷ്ടമാണ്. അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അഭിനയിക്കും, നന്നായിട്ട് അഭിനയിക്കും. ഒരു സീനൊന്ന് അഭിനയിച്ചു കാണിക്കണം. എന്നാലും ഒരു രസം. അവരെന്നെ ഒരിക്കലും ഇതെന്റെ അസിസ്റ്റന്റ് ആണെന്ന് തന്നെ ഒരിക്കലും ഒരു സെറ്റിലും പറഞ്ഞിട്ടില്ല. എന്റെ അനിയനാണ്. ചെല്ലപ്പേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ വീട്ടില് എനിക്ക് ഡ്രസ്സൊക്കെ എടുത്ത് തന്ന്, അവരെ വീട്ടില് 4 നേരം ഫുഡ്, റൂം, അവർക്കൊരു കൂട്ടായിട്ട് ഭയങ്കര കൂട്ടായിട്ട്. പിന്നത്തെ വിഷയം എന്ന് വെച്ചാൽ ഇവര് ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തും, പാവപ്പെട്ടവരെ സഹായിക്കുക. അപ്പൊ ഞാനും അതിലൊരു അംഗമാണ്. അപ്പൊ അങ്ങനെ ഇവര് ഓരോന്നും ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്ക് ഇവരോട് ഭയങ്കര ഒരു ആരാധന, ഇഷ്ടം. ഇവര് വേറെ ആരോട് സംസാരിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിലായി. ഞാനപ്പോ ചിന്തിക്കുന്നില്ല ഞാനൊരു അസിസ്റ്റന്റ് ആണ്. ഇല്ല, എനിക്ക് തോന്നുന്നു ഷിയാബിന്റെ മനസ്സിൽ ഷിയാബിന്റെ അഭയസ്ഥാനാണ് അത്. ആ അഭയസ്ഥാനം തെന്നിപ്പോകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്റെ ഇടക്ക് പറയും എന്നെ ഇതാക്കാനായിട്ട്, വേറെ അസിസ്റ്റന്റിനെ നോക്കട്ടെ എന്നൊക്കെ പറയുന്നത്. എനിക്ക് അതൊക്കെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ എന്നിട്ട് ഭക്ഷണം കഴിക്കാണ്ട് 3-4 ദിവസമൊക്കെ പട്ടിണി നടന്നിട്ടുണ്ട് ഇവരെ വീട്ടില്. ഞാൻ ഈ പിണങ്ങിരിക്കലും കാര്യങ്ങളൊക്കെ ആയപ്പോ അത് ഇവർക്കൊരു മടുപ്പായി. ശരിക്കും ഒരു ദേഷ്യം പോലെ ആയി. ഈ സമയത്ത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നത് വെച്ചാല് ഞാൻ എല്ലാവരുടെ മുമ്പിലും, അതായത് സിനിമയുടെ ഫ്രണ്ടിലേക്ക് വന്നു. അറിയാം. അപ്പൊ ആ ഒരു ഇതിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം. അപ്പൊ അവരെന്ത് ചെയ്തു, ഒരു ദിവസം രാത്രി ഇവരെ ദേഷ്യത്തില് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കാണിക്കാനും എന്നെ ദേഷ്യപ്പെടുത്താനും വേണ്ടിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഇറങ്ങി പൊയ്ക്കോ നീ, എനിക്ക് നിന്നെ വേണ്ട,
എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കത് വീണ്ടും വിഷമമായി. ഞാൻ അപ്പൊ തന്നെ മൂപ്പരായൊരു ട്രേഡ് മാർക്ക് രീതിയിൽ ഇറങ്ങി പോയിക്കോ നീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും. ഇതാക്കിയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു. ഞാൻ അപ്പൊ തന്നെ ബാഗ് എടുത്ത് രാത്രി 12 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എത്ര വയസ്സുണ്ടപ്പോ? 18-19 വയസ്സ്. അല്ല, അപ്പൊ വീട്ടുകാരുടെ അന്വേഷണം അപ്പൊ എവിടെ എത്തി? 6 വർഷം കഴിഞ്ഞ് കേസ് കൊടുത്തു. പിന്നെ ഉമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട്, അസീന എന്ന് പറയും. ഇവർ രണ്ടുപേരും കൂടി അന്വേഷണം തുടങ്ങി. അന്വേഷണം തുടങ്ങി അവസാനം ഒരു രക്ഷയില്ല. അപ്പൊ ആ സമയത്താണ് ഇവിടെ DVD പ്ലെയർ ഇറങ്ങുന്നത്. അങ്ങനെ അത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഗുലുമാല് സിനിമ ഇറങ്ങിയത്. അപ്പൊ ഗുലുമാല് സിനിമ കണ്ടോണ്ടിരുന്നപ്പോ ഞാൻ ജയസൂരിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഇതുണ്ട്. അതിനാണ് ഞാൻ സിനിമ വന്നിട്ട് ആദ്യമായിട്ട് എന്നെ കുറെ നേരം കാണിക്കുന്നത്. അപ്പൊ ഇവര് കണ്ടപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അത് കുഞ്ഞാവല്ലേ നിക്കണേ. അപ്പൊ അപ്പൊ അവരിപ്പോഴും ഉണ്ട് എന്നുള്ള രീതിയിൽ ഇവര് വീണ്ടും ഇറങ്ങി. പിന്നെ ഇവര് ജയസൂരിയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചു, ഷാജി കൈലാസിന്റെ വീട്ടിൽ പോയി അന്വേഷിച്ചു. അങ്ങനെ അപ്പൊ അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൂടെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അന്വേഷണം മതിയാക്കി, പിന്നെ നിർത്തി. ഇവര് അപ്പൊ TV മറ്റേ വ്യക്തിരനോട്ടം പരിപാടി തുടങ്ങി. അപ്പൊ ആ വ്യക്തിരനോട്ടത്തിന്റെ അടുത്ത് പോയപ്പോ ആള് വ്യക്തിരനോട്ട് പറഞ്ഞു ഇദ്ദേഹം ജയിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി ചാപ്റ്റർ ക്ലോസ്. അപ്പൊ ആ ഏകദേശം ആ സമയത്ത് സീമാജിയുടെ വീട്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. പുറത്തേക്ക് പോയിട്ട് എന്റെ കൂടെ അഭിനയിച്ച ഒരു ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അങ്ങനെ കുറച്ചാൾ അവിടെ നിന്നു. ഓക്കെ, ചേച്ചിമാരെ കൂടെയാണ് നിൽക്കുന്നത്. ചേച്ചിമാർ അങ്ങനെ എത്തിപ്പെടുന്നതാണ്. കാരണം അങ്ങനെയാണ് ഇവരെ വീട്ടിൽ നിന്നു നിയമസഭയിലെ വർക്ക് ചെയ്യുന്നത്. എനിക്ക് ജോലി തരാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടുന്നതാണ് MR ഐത്തുമാർ സാറിന്റെ കൂടെ, അന്നത്തെ കമ്മീഷണർ സാറിന്റെ വീട്ടില് എന്നെ ജോലിക്ക് അയച്ചു. സിനിമ വിട്ടു. കാരണം വേറെ നിവർത്തിയില്ല. സാറ് പെട്ടെന്ന് എറണാകുളം കമ്മീഷണർ ആയപ്പോ ഞാൻ പിന്നെ വീണ്ടും അവിടെ അങ്ങനെയാണ് ഞാൻ ചെന്നൈയിലേക്ക് വണ്ടി കയറുന്നത്. എന്തിന്റെ സിനിമയിൽ കയറാൻ? സിനിമയിൽ കയറാൻ അവിടെ AVM-ല് അല്ല നേരെ സീതമ്മയിൽ പറയണേ. ആദ്യം കയറിയത് സീതമ്മയിലാണ്. അവിടെ ഒരു മലയാളി പയ്യനായിട്ട് പരിചയപ്പെട്ടിട്ട് ഇവന്റെ കൂട്ടുകാരനായിട്ട് കയറിയിട്ട് ഞാൻ എല്ലാവർക്കും ചായ കൊടുക്കുക. ആരും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഡയറക്ടറൊക്കെ വിചാരിച്ച അതിന്റെ വിളിച്ചു പറയും, അതെ അവൻ മൈക്കൊക്കെ ശരിയാണെന്ന് നോക്കണോട്ടാ. ഞാൻ നോക്കും. അങ്ങനെ ചേട്ടനായിട്ട് കമ്പനിയായിട്ട് ആളെന്നെ എന്ത് ചെയ്യും AVM-ല് ആർട്ടിന്. അപ്പൊ സിനിമ നടക്കുന്ന സമയം പിന്നെ അവിടെ ആർട്ട് വർക്ക് ചെയ്യണം. അങ്ങനെയാണ് AVM-ൽ എത്തുന്നത്. ഇയാള് പൈസ തരില്ല. വീണ്ടും ചടപ്പായിട്ട് ഈ പയ്യൻ പറഞ്ഞു എടാ എന്റെ വാപ്പക്ക് ഇവിടെ കടയുണ്ട്, നിന്നെ അവിടെ ഏൽപ്പിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് ആ ഒരു അവസ്ഥയിൽ ഞാൻ ശരി എന്ന് പറഞ്ഞു. നമ്മുടെ മലയാളിയായ അഷ്റഫ് ഖാന്റെ കടയിൽ സൗണ്ട് ലാൻഡിൽ ജോലിക്ക് പോകണം ചെന്നൈയിൽ. അവിടെ കുറെ നാള് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടിയായിട്ട് പരിചയപ്പെട്ടു. പ്രണയത്തിലായതല്ല, പെൺകുട്ടിക്ക് ഞാനല്ലാണ്ട് കുറെ പേരുണ്ടായിരുന്നു. അവരുടെ ആവശ്യം ക്യാഷ് ആളായി മാറി. നമ്മളെ വെറുതെ നേരം പോക്കിന് ആ ഒരു വിഷമം ഞാൻ കരഞ്ഞു തീർത്ത് അവസാനം ഞാൻ ഈ അഷ്റഫ് സാറോട് പറയാണ് എനിക്കിങ്ങനെ വീടുണ്ട്, എനിക്കിങ്ങനെ സ്ഥലമുണ്ട്, ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഞെട്ടി. കാരണം ഇത്ര നാൾ ഞാൻ പറഞ്ഞത് ഈ അഷ്റഫ് സാറ് ചെന്നൈയിൽ നിന്ന് പിറ്റേ ദിവസം തന്നെ ട്രെയിൻ കയറാണ് ഇങ്ങോട്ട് ഇരിങ്ങാലക്കുടക്ക് വന്നു. ഞങ്ങൾ എന്നിട്ട് ഇവിടെ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ ഉമ്മ ഗൾഫിലായിരുന്നു. ഇത്താടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അന്ന് വീട് വൃത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. ആ ദിവസം തന്നെ അദ്ദേഹം വന്നു ഇങ്ങനെ നിങ്ങളുടെ കുഞ്ഞാവ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതൊരു ഭയങ്കര വാർത്തയായി. പിന്നെ എന്നെ ഉമ്മ വിളിച്ചു, നമ്പർ കൈമാറി വിളിച്ചു. അങ്ങനെയാണ് വീണ്ടും ഞാൻ എന്റെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇത് സിനിമാ കഥ പകർത്തി പറഞ്ഞതാണ്, സ്വന്തം കഥയാണ്. എന്റെ സ്വന്തം കഥ. ഷിയാബ് ചെയ്തിരുന്നത് അതും വേറൊരു കഥ. 2018 പ്രളയത്തിന് പീസ് സ്കൂളില് ക്യാമ്പിൽ പോയി അവിടെ താമസിച്ചിട്ട് അവിടെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ സ്കൂളുകാര് പ്രളയം കഴിഞ്ഞപ്പോ അവിടെ വിളിച്ച് ജോലി കൊടുത്തു. അവിടെയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്. 12ാമത്തെ വയസ്സിൽ വീട് വിട്ടു പോകുന്നു. ദെൻ 17-18 വയസ്സിൽ സീമാജിയുടെ അടുത്തെത്തുന്നു. അതിനുശേഷം ഈ കമ്മീഷണറുടെ കൂടെ 25ാമത്തെ വയസ്സിൽ നാട്ടിൽ തിരിച്ചു വരുന്നു. ഇപ്പൊ 32 വയസ്സ്, 7 വർഷം കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, 6 വയസ്സുള്ള കുട്ടി അല്ലെ. പിന്നെ വേറൊരു സംഗതി, ഞാനിതൊരു ഗോസിപ്പിന് വേണ്ടി ചോദിക്കുന്നതല്ല. നമ്മളിങ്ങനെ ആ കുട്ടിപ്രായം കൗമാരപ്രായത്തിലൊക്കെ പുറത്തു പോകുമ്പോൾ ആളുകളിൽ നിന്ന് പലവിധ ചൂഷണങ്ങളും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. നമ്മളെ സംരക്ഷിക്കേണ്ട പോലീസുകാരിൽ ഇടയിൽ തന്നെ എന്നെ ഒരുപാട് അത് ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം ഇതുപോലെ എത്തിപ്പെട്ടു. എനിക്ക് പേടിയായി. രാത്രിയായപ്പോ ആ സമയത്ത് ഒരാള് എന്തെങ്കിലും നിൽക്കണെന്ന് വെച്ചു. ഞാൻ ഇങ്ങനെ എത്തിപ്പെട്ടതാണ്, എനിക്ക് പോവാൻ ബസ്സിലെ പേടിയാണ്. അപ്പൊ പേടിക്കണ്ട, ഞാൻ എന്റെ കൂടെ പോയിരുന്നു. എന്റെ കൂടെ വർത്താനൊക്കെ പറഞ്ഞു, നല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, നല്ല രീതിക്ക് എന്നെ വർത്താനൊക്കെ പറഞ്ഞ് ഒരു സ്ഥലത്തെത്തിയപ്പോ ഞാൻ മൈൻഡ് മാറി. എന്നെ അങ്ങോട്ട് ചുമരുമ്പോ ചേർത്ത് വെച്ച് ഇവര് ഭയങ്കരമായിട്ട് ഉപദ്രവം എന്നുള്ള രീതിയിൽ. എന്നിട്ട് പെട്ടെന്ന് ഇയാള് വീണ്ടും അതിനുമായിട്ട് അതെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെതായി നമുക്ക് പോയി കിടന്നുറങ്ങാൻ പറഞ്ഞിട്ട് ഇയാൾ ഒരു ഇടവഴി കൂടെ കൊണ്ടുപോയിട്ട് പിന്നെ കാണുന്നത് ഫ്രണ്ടില് മറ്റേ കായലും
ഒരു കപ്പൽ നിർത്തുന്ന ഒരു ബോട്ടൊക്കെ നിർത്തുന്ന ഒരു സ്ഥലം, ഉദ്ദേശം വേറെ ഒന്നുമില്ല. രണ്ടുപേരും എന്നെ ഉപയോഗിക്കാനുള്ള രീതിയിലായപ്പോ ഞാൻ ഇങ്ങോട്ട് ഓടി. ഞാൻ ഇങ്ങനെ ഓടിച്ച നോക്കിയും 2 പോലീസുകാർ ഇറങ്ങി വന്നു. കുറച്ച് എന്തെന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ തന്നെ രണ്ടുപേരും. അപ്പൊ അവര് വേഗം വന്ന് എന്താ ആരാണോ വെച്ചിട്ട് ഓടി വന്ന് ഞാനും പിന്നാലെ ഓടി നോക്കിയപ്പോ ഇവരെ കാണില്ല. പിന്നെ തിരിച്ച് പറഞ്ഞിട്ട് വിളിച്ച് പോലീസുകാർ ചെറിയ റൂമാണ് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്താ ഇവിടെ. ഞാൻ പറഞ്ഞിങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടതാണ്. അങ്ങനെ ഇവർക്ക് എന്നോട് എന്തോ ഒരു കാര്യങ്ങൾ, മദ്യം ഉണ്ടായിരുന്നു, മദ്യം എടുത്ത് എന്നെ കുടിക്കാൻ മറ്റോരുത്ത പോലീസുകാരൻ മേത്തേക്ക് വീണ്, അങ്ങനെ കുറച്ച് അനുഭവങ്ങള്. പെട്ടെന്ന് വര് ഇവിടെ നിന്ന് നിൽക്കാൻ പാടില്ലാട്ടാ അവിടെ പോയിക്കോന്ന് പറഞ്ഞിട്ട് ഇട്ടു. ഇതൊരു അനുഭവം മാത്രം, ഇതുപോലെ ധാരാളം അനുഭവങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമാ മേഖലയിലെ ചൂഷണങ്ങൾ കുറെ അനുഭവിച്ചു അല്ലെ. ഇത്രയും കനൽ വഴികളിലൂടെ വന്ന ഒരാൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധ കാലിബറും ഉണ്ടാകും. അപ്പൊ വേറെ എന്തെങ്കിലും ജോലി നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോ ഷിയാബ് പറഞ്ഞത് ഞാൻ വളരെ നന്നായിട്ട് കഥ എഴുതും, അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമയിൽ ആക്ടിങ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഇതാണ് എന്റെ പാഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഷിഹാബിന്റെ കഥ പറയുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതുപോലെ ഷിഹാബിന് ഒരു ആക്ടിംഗ് അവസരം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ രാജേഷിനോട് പറയുന്നുണ്ട്, രാജേഷ് നാരായണൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആണ്. ഐ എം സ്റ്റിൽ ആസ്കിങ് യു അഗെയിൻ, എന്തുകൊണ്ടാണ് എന്നെ കാണാൻ വന്നത്, അതുപോലെ എന്തുകൊണ്ടാണ് വേറെ ഒന്നും ചെയ്യേണ്ട എനിക്ക് ഇത് തന്നെ മതി എന്ന് പറയാൻ കാരണം? അതൊരു മൂഢ സ്വപ്നമായിട്ട്, മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായിട്ട് പോവില്ലേ? പോയിക്കൂടെ? സിനിമയില് ഞാന് കുറച്ചുനാൾ വിട്ടു നിന്ന് ചെന്നൈയിലേക്ക് പോകാനുള്ള കാരണം ഒരാള് കാരണം. അവര് തന്നെ നമ്മളെ രക്ഷപ്പെടുത്തി, അവര് തന്നെ നമ്മളെ ഒരു സിനിമ സെറ്റിലേക്ക് ചെല്ലുമ്പോൾ അവളെ വിളിച്ചു പറഞ്ഞിട്ട് അവനെ അഭിനയിപ്പിക്കരുത്, അവനാ സെറ്റിൽ നിന്ന് ഇറക്കി വിട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇറക്കി വിടുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് അവനെ അതിൽ അഭിനയിക്കണമെങ്കിൽ ഞാനതിൽ അഭിനയിക്കില്ല എന്ന് വരെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ഒരു രീതി. എന്തായാലും സിനിമയുടെ മുമ്പിലൂടെ തന്നെ പോകാനാണ് എന്റെ ആഗ്രഹം. എന്തെങ്കിലും പ്രൊജക്ടുകളൊക്കെ കയ്യിലുണ്ടോ? ഇപ്പൊ ഒരു 4 പ്രൊജക്ട് കയ്യിലുണ്ട്. പക്ഷെ അതിനൊരു ടൈം ഫ്രെയിം കൊടുക്കുക. ഇത്ര സമയത്തിനുള്ളിൽ എനിക്കിത് അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ കാലാകാലം ഇങ്ങനെ പോയി നോക്കി നടക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഇനിയിപ്പോ ഫാമിലി ഉണ്ട്, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതോടൊപ്പം സ്വന്തം സ്വപ്നങ്ങളും ഉണ്ട്. രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക, മുന്നോട്ട് പോവുക.